2025 വർഷാന്ത്യം അർദ്ധരാത്രിയിലെ പരിശുദ്ധാത്മാവിൻ്റെ അതിവിശേഷവും വല്ലഭവുമായ അദ്ഭുതാരാധന. സകല പ്രശ്നങ്ങൾക്കും സമാപനം കുറിക്കുന്ന ശക്തിയുള്ള പ്രാർത്ഥന. പ്രിയവും ജീവനും നിറഞ്ഞ പരിശുദ്ധാത്മാവേ, 2025 വർഷത്തിലെ ഈ മഹാപരിശുദ്ധ അർദ്ധരാത്രി നിമിഷത്തിൽ കഴിഞ്ഞ കാലം എന്നെ വേദനിപ്പിച്ച എല്ലാ കയ്പുകളും പരാജയങ്ങളും കണ്ണീരോടെ നടന്ന വഴികളും അങ്ങയുടെ വിശുദ്ധ പാദങ്ങളിൽ സമർപ്പിച്ച് ആത്മഭാരത്തോടെ ഞാൻ നിന്നെ ആരാധിക്കുന്നു. നിന്നെതിരായി ഉയർന്ന അന്ധകാരം മാറിപ്പോകും. ഇരുട്ടായിരുന്നാലും അത് പ്രഭാതം പോലെ പ്രകാശിക്കും. യോബ് 11:17 എന്ന മഹത്വവും ജീവനും നിറഞ്ഞ വാഗ്ദത്തപ്രകാരം ഇതുവരെ എൻ്റെ ജീവിതത്തെ ചുറ്റിയിരുന്ന അന്ധകാരമായ കടബാധ്യതകൾ, സുഖപ്പെടാത്ത രോഗങ്ങൾ, മുറിവേൽപ്പിച്ച കുടുംബ പ്രശ്നങ്ങളെല്ലാം ഇന്ന് ഈ അർദ്ധരാത്രിയോടെ അഗ്നിയിൽ കത്തിയുയർന്ന് സമ്പൂർണമായി ചാമ്പലാകട്ടെ. സാമുവേൽ എബനേസർ എന്ന് വിളിച്ച് സ്തുതിച്ചതുപോലെ ഇതുവരെ എന്നെ കൈപിടിച്ച് നടത്തിച്ച ദൈവമേ, ഈ വർഷത്തിൻ്റെ അവസാന ശ്വാസത്തിൽ എൻ്റെ ജീവിതത്തിലെ എല്ലാ മതിലുകളും തകർത്ത് ഒരു മഹത്തായ വിമോചന അനുഭവം നൽകി എൻ്റെ ഉള്ളിലെ എല്ലാ വേദനകളും മായ്ച്ചു കളഞ്ഞ് ഒരു ദൈവിക സമാധാനത്താൽ എൻ്റെ ഹൃദയവും വീട്ടും നിറയ്ക്കണമേ എന്ന് ഞാൻ കണ്ണീരോടെ അപേക്ഷിക്കുന്നു. അത്ഭുതങ്ങളുടെ ആത്മാവേ, 2026 വാതിലിൽ നിൽക്കുന്ന എന്നെ ഇന്നത്തെ ഈ അർദ്ധരാത്രിയിൽ തന്നെ ഒരു പുതിയ അധ്യായവും ഒരു പുതിയ മഹിമയും ശക്തിയോടെ അഭിഷേകമായി എൻ്റെ മേൽ ഒഴുക്കണമേ. ഇതാ ഞാൻ നിന്റെ മുൻപിൽ പോയി വളഞ്ഞിരിക്കുന്ന വഴികളെ നേരെയാക്കി വെങ്കലവാതിലുകൾ തകർത്തു, ഇരുമ്പു താഴ്പാളികൾ പൊളിക്കും. യെശയ്യാ 45:2 എന്ന വല്ലഭവും ജയകരവുമായ വചനപ്രകാരം എൻ്റെ വളർച്ച തടഞ്ഞു നിർത്തുന്ന സകല ഇരുമ്പു താഴ്പാളികളും ഇന്ന് ഒരു നിമിഷം പോലും ശേഷിക്കാതെ തകർത്ത് കളയണമേ. എൻ്റെ ജോലിയിൽ ഒരു അപ്രതീക്ഷിത ഉയർച്ച, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രകാശമുള്ള ഭാവി, അടഞ്ഞുകിടന്നിരുന്ന എൻ്റെ സാമ്പത്തിക അനുഗ്രഹങ്ങളെല്ലാം ഇന്ന് പ്രഭാത സൂര്യനെപ്പോലെ പുതുജീവനോടെ ഉദിക്കട്ടെ. മനുഷ്യർ ഇവൻ്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞ അതേ സ്ഥലത്ത് തന്നെ നീ എന്നെ ഒരു സാക്ഷ്യമായി ഉയർത്തി ഒരു മഹിമയായി നിലനിർത്തണമേ. ഈ അർദ്ധരാത്രി പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലെ എല്ലാ ഇരുണ്ട അധ്യായങ്ങൾക്കും ശാശ്വതമായ വിരാമം കുറിച്ച് ഒരു പുതിയ അദ്ഭുത പാത തുറന്ന് 2026 ഒരു മഹാവിജയത്തിൻ്റെയും ജയഗാഥകളുടെയും വർഷമാക്കി മാറ്റിക്കൽപ്പിക്കണമേ. ആമേൻ.